ഗുജറാത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. ഗുജറാത്തിൽ നിന്നിതാ മനുഷ്യ മനസാക്ഷിയെ ഞടുക്കുന്ന മറ്റൊരു വൻ ദുരന്ത വാർത്ത. രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 9 പിഞ്ച് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 24 പേർ വെന്തു മരിച്ചിരിക്കുന്നു. 2022 ഒക്ടോബറിലാണ് ഗുജറാത്തിലെ മോർബിയിൽ പാലം തകർന്ന് 141 പേർ മരിക്കുകയും 180-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ ജനുവരി 18-ന് ഗുജറാത്തിലെ വഡോദരയിലുള്ള ഹർണി തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 13 കുട്ടികളും 2 ടീച്ചർമാരും ഉൾപ്പെടെ 15 പേരാണ് മുങ്ങി മരിച്ചത്. ഈ 2 അപകടങ്ങളിലും കുറ്റവാളികൾ ജാമ്യത്തിലിറങ്ങി സ്വൈരമായി വിലസുകയാണ്. അങ്ങനെയുള്ള ഈ സമയത്താണ് അതീവ ദുഃഖകരമായ ഈ അപകടം നടക്കുന്നത്. 9 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 24 പേർ വെന്തു മരിക്കുന്നത്. നിരവധി ആളുകൾക്ക് സാരമായ പൊള്ളലേറ്റിട്ടുമുണ്ട്. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പതിവ് പോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ TRP ഗെയിം സോൺ പ്രവർത്തിച്ചിരുന്നത് മതിയായ രേഖകൾ ഇല്ലാതെയാണെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി? ഗെയിം സെന്റർ ഉടമ യുവരാജ് സോളങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രേഖകളില്ലാതെ ഈ ഗെയിം സോൺ പ്രവർത്തിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് ശക്തി സിംഗ് ഗോഹിൽ MP പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഹൈക്കോടതിയുടെ നിരന്തരമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും BJP ഗവൺമെന്റ് അഗ്നി സുരക്ഷയ്ക്ക് ഒരു നടപടിയും എടുത്തില്ല. ഒരു ഭീതിയുമില്ലാതെയാണ് BJP സർക്കാർ അഴിമതി നടത്തുന്നത്. അവർ കൈക്കൂലി വാങ്ങി ജനങ്ങളുടെ ജീവന് പുല്ല് വില കൽപ്പിച്ച് ഭരണം നടത്തുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം തന്റെ അനുശോചനവും അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കൂറ്റൻ ബിൽ ബോർഡ് തകർന്നു വീണ് 14 പേർ മരിച്ചത്. ആ ബിൽ ബോർഡും അനുമതിയില്ലാതെയാണ് സ്ഥാപിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിന് പുല്ല് വില കൽപ്പിക്കുന്നത്? എന്തുകൊണ്ട് നിയമവിരുദ്ധമായ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ടാവുന്നത്? അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൂത്തരങ്ങിൽ ബലിയാടാവുന്നത് പാവം ജനങ്ങളാണ്. തകരുന്നത് അവരുടെ കുടുംബങ്ങളാണ്. ഇതിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ഗവൺമെന്റ് അല്ല, മറിച്ച് ഇത് നടത്തി വന്ന കുറ്റവാളികളാണ്. അവരുടെ വീടിന്റെ മേൽ എന്തുകൊണ്ട് ബുൾഡോസർ ചലിപ്പിക്കുന്നില്ല? നിയമം നടപ്പിലാക്കി എന്നാണ് ഇന്ത്യയിലെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുക?